ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു തമ്പനെയിൽ കണ്ടതുപോലെ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ 2, 3, 4, 5 വർഷങ്ങളായിട്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബ് നിങ്ങളുടെ ഒരു സ്വപ്ന സാഫല്യത്തിലേക്ക് എത്താത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കെ, മറ്റുള്ളവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്കറിയാം, ഇപ്പോൾ ഒരു PSC എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ഒരു ടഫ് സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കറിയാം, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് നമുക്കിപ്പോൾ ഒരു റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് തന്നെ ആദ്യത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും, നമുക്കിതിൽ ജോലി കിട്ടും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്തിലായിരിക്കും? നമ്മൾ ചിലപ്പോൾ ആ ലിസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ പോലും കാണത്തില്ല. ആ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ആയിരിക്കും നമ്മൾ എത്തിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മിക്ക കുട്ടികളും ഇപ്പോൾ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക കുട്ടികളും ഇപ്പോൾ ഒരു കട്ട് ഓഫ് 80 ആണെങ്കിൽ അവർക്കൊരു 79 അല്ലെങ്കിൽ ഒരു 80 അടുത്തുള്ള മാർക്കുകൾ കിട്ടുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, വീണ്ടും ഇനി PSC ട്രൈ ചെയ്യണോ അതോ വീണ്ടും പഠിക്കണോ, ഇനി ഞാൻ ഇതിൻ്റെ പുറകെ പോകണോ എന്നൊക്കെ ഒരു തോട്ട് വരുമല്ലേ. അങ്ങനെ അതായത് ഇപ്പം ജയിച്ചിപ്പോൾ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടും മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ തൊട്ട് പുറകിലൊക്കെ നിൽക്കുന്ന ഒട്ടനവധി കുറേയധികം പിള്ളേർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അതിന് കാരണം എന്താണ്? നമ്മളെന്താണ് ചെയ്യുന്നത്? അറിയാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ചിലപ്പോൾ തെറ്റിച്ച് പോകുമല്ലേ. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു എക്സാം ഹാളിലുള്ള നമ്മുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെന്താണ് ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തെറ്റിച്ചു പോകുമല്ലേ. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ ആ ഒരു നിർഭാഗ്യവശാൽ നമുക്ക് ശരിയായ ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ബാക്കി പിള്ളേർ ചലഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസൽ ആവാറുണ്ട്. നമുക്ക് ശരിയായ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതിലൂടെ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസലായി പോകാറുണ്ട്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളെന്താണ് പുറകിലോട്ടായി പോകുന്നതല്ലേ. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളതിനെ സ്വയം മടുത്തു പോകുമല്ലേ. പിന്നെ നമ്മളിനി ഒരു നെഗറ്റീവ് ചിന്തയിലോട്ടൊക്കെ നമ്മൾ മാറും. സോ നിങ്ങൾ അങ്ങനെയൊന്നും ആയിപ്പോകരുതും. അപ്പോൾ പിന്നെ പലർക്കുമുള്ളൊരു മറ്റൊരു കൺഫ്യൂഷനാണ്, ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് നടന്ന എക്സാമൊക്കെ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിമി ബേസ്ഡ് കുറച്ചുകൂടെ കൂടുതലായി വരികയാണല്ലേ. ഇപ്പോൾ ഒരു ഗ്രേഡ് 3, ഗ്രേഡ് 2 ലെവൽ എക്സാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിമിയുള്ള അതേ സെൻറ്റൻസൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ പലർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നിമി പഠിക്കണോ അതോ PYQ ചെയ്ത് നോക്കണോ, അല്ലെങ്കിൽ നിമി ടെക്സ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണോ, അതോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ടെസ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യണോ? അങ്ങനെയുള്ള പല കൺഫ്യൂഷനിലും നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളെ മാത്രമല്ല, നമ്മൾ ഒട്ടനവധി കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PSCയുടെ ലൂപ്പിൽ ഇങ്ങനെ പെട്ടുപോയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു 1 അല്ലെങ്കിൽ 2 വർഷം ഇതിന് പുറകെ ആയിട്ടുണ്ട്. ഓക്കെ, PSC പഠിച്ച് 1-2 വർഷമൊക്കെ നിങ്ങൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബേസിക് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ മീഡിയം ലെവലിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ നിങ്ങൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, 2026 എന്ന് പറയുന്നത് ഒട്ടനവധി എക്സാമുകളുടെ ഒരു ടൈം ഉള്ള ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് ആ ഒരു കുറേയധികം എക്സാമുകൾ നടക്കാൻ പോകുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം സമയമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായ രീതിയിൽ അറേഞ്ച് ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മിച്ച് വയ്ക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറവുകളെ കണ്ടെത്തി നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക. ആദ്യം നമ്മൾ തന്നെ സ്വയം ഉറച്ചൊരു തീരുമാനമെടുക്കുക. നമ്മളിപ്പോൾ
പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മളുടെ ആ ഒരു കൂട്ടുകെട്ട് വിട്ടു പോകാൻ മടിയാണ്, ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ പല കുട്ടികൾക്കും ചില ഫ്രണ്ട് സർക്കിൾ മാറിക്കഴിഞ്ഞാൽ അവർ നല്ല ഒരു രീതിയിൽ പഠിക്കും. അത് ഒരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണോ നിങ്ങളെ അലട്ടുന്നത്, അതൊക്കെ നിങ്ങൾ സ്വയമേ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മളെപ്പോഴും ഒരു നെഗറ്റീവായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി പോകും, ആ ഒരു നെഗറ്റീവ് എനർജിയിലോട്ട് ആയിപ്പോവും. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു കൂട്ടുകാരത്താണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് നല്ലൊരു പഠിക്കാൻ നമ്മളെയും കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ നമ്മളും അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരാനേ നമ്മളും ശ്രമിക്കത്തുള്ളൂ. സോ നിങ്ങളുടെ ബെസ്റ്റ് കൂട്ടുകാരായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ജോലി നമ്മൾ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ നമ്മൾ മെനക്കെടുന്നത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ കാര്യം നിങ്ങൾ എന്തായാലും ഓർക്കണം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു സറൗണ്ടിങ്സ്, നിങ്ങളിപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയിലോട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സൊക്കെ മാറ്റി നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്കത് ഉറപ്പായിട്ടും നല്ല എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യിക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മടുത്തു പോകാറുണ്ട് പല പിള്ളേരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയൊന്നും അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡാവേണ്ട. ഇപ്പോൾ ഇത് പോയ മറ്റൊന്നും. ഓക്കെ, നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തേടി വരിക തന്നെ ചെയ്യും. ഒരു ദിവസം നമുക്കും വരും. നമ്മൾ ചുറ്റി ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, നിർത്തി പോകാണ്ടിരുന്നാൽ മതി നമ്മൾ. ഓക്കെ, കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കും അത് കിട്ടും. ഓക്കെ, അത് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കും വന്ന് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റീസെൻ്റായിട്ടുള്ള ഒരു എക്സാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇനി ഇപ്പോൾ ഞാൻ പറയുന്നത് ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിമ്മി കൂടെ നിങ്ങൾ ബേസ് ചെയ്ത് പഠിക്കുക. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളിൽ നമുക്കറിയാം നിമിയിലുള്ള അതേ സെൻറ്റൻസ് തന്നെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് നടന്ന ചില എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കൂടെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് കാരണമായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിന് നമ്മുടെ കട്ട് ഓഫ് മാർക്കിന് തൊട്ട് പുറകിലൊക്കെ നമ്മളായി പോകുന്നത്. ഓക്കെ, അങ്ങനെ ഒട്ടനവധി പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ 2-3 വർഷമൊക്കെ പഠിച്ചിട്ട് PSC ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോഴോ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോച്ചിങ് സെൻറ്റർ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലും കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കും അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു കോച്ചിങ് സെൻറ്റർ തന്നെ, നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു കോച്ചിങ് സെൻറ്റർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മളും ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ നമ്മൾ എത്തത്തുള്ളൂ. പിന്നെ ഈ ഒരു കോച്ചിങ് സെൻറ്ററുകൾ എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ ഒരു മെൻറ്ററായിട്ട് കരുതുക. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക, അവർ നമുക്ക് നോട്ട് തരും, അവർ നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും. അങ്ങനെയുള്ള ഒരു മെൻറ്റർ സപ്പോർട്ട് നമുക്ക് ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹാർഡ് വർക്ക് എടുത്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു PSC ലൂപ്പിലേക്ക് പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ പഠിക്കുന്ന നോട്ട്സിൻ്റെ പ്രശ്നമാണോ, അതോ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ആണോ, അതോ നിങ്ങളുടെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണോ, അതോ എക്സാം ഈ ഒരു 100 ക്വസ്റ്റ്യൻ എഴുതാൻ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ ഇഷ്യൂ ആണോ, കൺഫ്യൂഷനാണോ, ആ ഒരു എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ടോപ്പിക് എടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ മറക്കില്ല, അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചില കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് ബോറടിക്കത്തില്ല, അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും.
മറ്റത് നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് അരമണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ടും എന്തെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. പക്ഷേ ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോണൊന്നും എടുക്കരുത്. നമ്മൾ ജസ്റ്റ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കുകയോ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് മൈൻഡിലിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷനാണ്. പലർക്കും ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് സമയം നോക്കാനായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡൗട്ട് നോക്കാനായിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു കുറേ സമയം നമ്മളറിയാതെ തന്നെ കുറേ സമയം ആ ഒരു ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇരുന്ന് പോകും. അത് മാറാനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക? ഫോൺ എടുക്കില്ല എന്ന് ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചുകൾ അലാറം വയ്ക്കാൻ പറ്റുന്ന വാച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോണിൽ തന്നെ നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ഗ്യാപ്പിൽ ഒരു അലാറം വയ്ക്കുക. ആ അലാറം കേൾക്കുന്നത് വരെ നിങ്ങൾ പഠിക്കും. അത്രയും സമയം നിങ്ങൾ ഫോൺ എടുക്കില്ല. ആ ഒരു രീതിയിലൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ ഒരു ഫോണിനോടുള്ള ആ ഒരു അഡിക്ഷനും നിങ്ങൾക്ക് മാറി കിട്ടും. ഓക്കെ, അലാറം അടിച്ച ശേഷം നിങ്ങൾ ഫോൺ എടുക്കുക, വീണ്ടും അലാറമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒരു 45 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ മാനേജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോൺ അഡിക്ഷൻ നമുക്കൊന്ന് കുറച്ച് പതിയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കുക. ഒരു 30 അല്ലെങ്കിൽ 35 മിനിറ്റൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പഠിച്ചിട്ടും ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒക്കെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. അതുപോലെ ഒരു 3-4 പ്രാവശ്യം പഠിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. അതായത് ഒരു അരമണിക്കൂറൊക്കെ ബ്രേക്ക് എടുക്കുക. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതെപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഫോക്കസ്ഡോ ആയിരിക്കും. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിലൊക്കെ പഠിക്കുക. നമുക്ക് ഈ ഒരു ഗവൺമെൻറ് ജോബാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഏത് സമയത്തും ഏതൊരു സമയത്തും നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ വരും. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു PSC ലൂപ്പിൽ പെട്ടു പോകരുത്. കുറേ കുട്ടികൾ ഈ ഒരു 3, 4, 5 വർഷം കൊണ്ട് അതിൻ്റെ PSCയുടെ പുറകെ നടന്ന് അവർക്ക് ഏജും ഓവറായിട്ടുണ്ട്. അതുപോലെ ഒരു എത്താതെ സ്ഥിതിയിലോട്ടായി PSCയെ തന്നെ മടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലൊട്ടൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു റീസൺ എടുത്ത് നമുക്കിപ്പോൾ പഴയതുപോലെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ റവല്യൂഷൻ കാരണം നമ്മൾക്ക് പഴയതുപോലെ വേക്കൻസി ഒന്നും അവൈലബിൾ അല്ല. സോ ഉള്ള വേക്കൻസിയിൽ അവർ PSC അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വേക്കൻസികളിൽ നമ്മൾ എന്ത് ചെയ്യുക? കയറി പറ്റാൻ നോക്കുക. സോ നിങ്ങൾ ഇപ്പോൾ ഒരു 100% ഒരു 101% നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.